നമസ്കാരം. വെള്ളക്കടലാസ് മുതൽ വെള്ളിത്തിര വരെ നിങ്ങൾക്കും സിനിമാക്കാരനാകാം. 27ാം ഭാഗത്തിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ, മലയാള സിനിമാ ചരിത്രത്തെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, സിനിമയുടെ ഏതെങ്കിലും വിഭാഗത്തിൽ പ്രവേശിക്കണം എന്ന് താല്പര്യപ്പെടുന്നുവെങ്കിൽ, ഇതിൻ്റെ മുൻപേയുള്ള ഭാഗങ്ങൾ കൂടി ഒന്ന് കണ്ടിരിക്കുന്നത് പ്രയോജനകരമായിരിക്കും. പതിവിൻപടി ചരിത്രത്തിൻ്റെ ഇടനാഴികളിലൂടെ കടന്ന് പാട്ടിൻ്റെ പൂമുഖത്തേക്ക് നമുക്ക് എത്തിച്ചേരാം. 1957 പി സുബ്രഹ്മണ്യം സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു രണ്ടിടങ്ങഴി എന്ന് പറഞ്ഞല്ലോ. രണ്ടിടങ്ങഴിയിലൂടെയാണ് മലയാളത്തിലെ അതുല്യ പ്രതിഭയായിരുന്ന PJ ആൻ്റണി സിനിമാ അഭിനയ രംഗത്തേക്ക് എത്തുന്നത്. അദ്ദേഹം നാടക നടനായിരുന്നു, നാടകകൃത്തായിരുന്നു, നാടക സംവിധായകനുമായിരുന്നു. സിനിമാ രംഗത്തേക്ക് എത്തുന്നത് രണ്ടിടങ്ങഴിയിലൂടെയാണ്. നിണമണിഞ്ഞ കാൽപ്പാടുകൾ, മുടിയനായ പുത്രൻ, അമ്മയെ കാണാൻ, ആദ്യ കിരണങ്ങൾ, റോസി, രാജമല്ലി, തറവാട്ടമ്മ, സൂസി, ഭാർഗവീ നിലയം, ഓഴിയോ, ഉൾക്കിരീടം, നഗരമേ നന്ദി, ലക്ഷപ്രഭു, കുഞ്ഞാലിമരയ്ക്കാർ തുടങ്ങി 60ഓളം ചിത്രങ്ങളിൽ തൻ്റെ പ്രതിഭ തെളിയിക്കുന്ന അഭിനയം കാഴ്ചവെച്ച PJ ആൻ്റണിയാണ് മലയാളത്തിലെ നാഴികക്കല്ലായി മാറിയ ആദ്യത്തെ ഭരത് അവാർഡ് വാങ്ങിയത്. മലയാള സിനിമാ ചരിത്രത്തിലെ ആദ്യത്തെ ഭരത് അവാർഡ്, ദക്ഷിണേന്ത്യൻ സിനിമാ ചരിത്രത്തിലെ ആദ്യത്തെ ഭരത് അവാർഡ് MD സിനിമയായ നിർമാല്യത്തിൽ അഭിനയത്തിലൂടെ PJ ആൻ്റണിയാണ് കരസ്ഥമാക്കിയത്. അത് മലയാള സിനിമാ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായി തന്നെ നിലനിൽക്കുന്നു. അഭിനയം മാത്രമായിരുന്നില്ല, സിനിമയ്ക്ക് വേണ്ടി കഥകളും തിരക്കഥകളും പാട്ടും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പെരിയാർ എന്ന സിനിമയുടെ കഥയും തിരക്കഥയും സംഭാഷണവും ഗാനങ്ങളും PJ ആൻ്റണിയുടേതാണ്. 1952 സുഹൃത്ത് എന്ന സിനിമയുടെ ഗാനം അദ്ദേഹത്തിൻ്റേതാണ്. കൂട്ടുകാർ വിരുന്നുകാർ എന്ന സിനിമയുടെ സംഭാഷണം അദ്ദേഹത്തിൻ്റേതാണ്. ചെകുത്താൻ്റെ കോട്ട, നദി, ഡിറ്റക്റ്റീവ്, 909 എന്നിവയുടെ കഥ ആൻ്റണിയുടേതായിരുന്നു. തെന്നിന്ത്യൻ സിനിമയിലേക്ക് ഭരത് പുരസ്കാരം കൊണ്ടുവന്ന PJ ആൻ്റണി 1979 മാർച്ച് 14 മണ്ണിൻ്റെ മാറിൽ എന്ന സിനിമ ഡബ് ചെയ്യുന്നതിനിടെ മരിച്ചുപോയി. 1961 ആയപ്പോൾ മലയാളത്തിൽ 11 ചിത്രങ്ങൾ പുറത്തിറങ്ങി. ചന്ദ്രതാരയുടെ മുടിയനായ പുത്രൻ അത് മാത്രമായിരുന്നു ഒരു ഭേദപ്പെട്ട ചിത്രം എന്ന് വേണമെങ്കിൽ പറയാം. തോപ്പിൽ ഭാസിയുടെ നാടകത്തിൻ്റെ ചലച്ചിത്ര ആവിഷ്കാരമായിരുന്നു മുടിയനായ പുത്രൻ. സംവിധാനം ചെയ്തത് രാമു കാര്യാട്ടും. 61 പുറത്തിറങ്ങിയ 2 പുരാണ ചിത്രങ്ങളുണ്ട്: സീതാരാമ കല്യാണവും ശബരിമല അയ്യപ്പനും. ഇതിനിടെ മലയാള സിനിമാ ചരിത്രത്തിൽ TR സുന്ദരം എന്ന നിർമ്മാതാവിന് പ്രത്യേകമായൊരു സ്ഥാനമുണ്ട്. എന്തെന്ന് വച്ചാൽ, ആദ്യത്തെ സംസാര ചിത്രമായ ബാലൻ നിർമ്മിച്ചത് മോഡേൺ തിയേറ്റേഴ്സിൻ്റെ പേരിൽ TR സുന്ദരമായിരുന്നു. സുന്ദരത്തിന് മറ്റൊരു പൊൻതൂവൽ കൂടിയുണ്ട്. ആദ്യത്തെ വർണ്ണചിത്രം നിർമ്മിച്ചതും TR സുന്ദരമാണ്. ആദ്യത്തെ മലയാളത്തിലെ വർണ്ണചിത്രമായിരുന്നു കണ്ടം വച്ച കോട്ട്. കേന്ദ്ര കഥാപാത്രമായി മുത്തയ്യ അഭിനയിക്കുകയും KT മുഹമ്മദിൻ്റെ തിരക്കഥയിൽ ആ ചിത്രം മുന്നോട്ട് പോവുകയും ചെയ്തു. നെല്ലിക്കോട് ഭാസ്കരൻ ആദ്യമായി അഭിനയിച്ച ചിത്രമാണ് കണ്ടം വച്ച കോട്ട് എന്ന് നമുക്കറിയാം. അങ്ങനെ ഈ സിനിമാ ചരിത്രം മുന്നോട്ട് പോകുമ്പോൾ, ഗാനരംഗത്തേക്ക് എത്തുമ്പോൾ, നമുക്ക് മറക്കാനാവാത്ത മറ്റൊരു ഗാനരചയിതാവാണ് ഭരണിക്കാവ് ശിവകുമാർ. ഭരണിക്കാവ് ശിവകുമാർ ഏതാണ്ട് 272 ഗാനങ്ങളെ എഴുതിയിട്ടുള്ളൂ. 88 ചിത്രങ്ങളിലായി 272 ഗാനങ്ങൾ എഴുതിയിട്ടുള്ള ആളാണ്, ഗാനരചയിതാവാണ് ഭരണിക്കാവ് ശിവകുമാർ. അതിനു മുമ്പ് നാടകഗാനങ്ങൾ, തോപ്പി ഭാസിയുടെയൊക്കെ നാടകങ്ങൾക്ക് ഗാനങ്ങൾ എഴുതിയിട്ടുള്ള ആളാണ് ഭരണിക്കാവ്. ഭരണിക്കാവിൻ്റെ കാലഘട്ടം 1973. വയലാറിനും P ഭാസ്കരനും ഒപ്പം അതേ നിലവാരത്തിൽ എഴുതിയിരുന്ന ഒരാളാണ് ഭരണിക്കാവ് ശിവകുമാർ. പഞ്ചമി തിരുനാൾ എന്ന് തുടങ്ങുന്ന അദ്ദേഹത്തിൻ്റെ ഗാനം വയലാറിൻ്റേതാണ് എന്നും കരുതുന്ന ഒട്ടേറെ ആളുകൾ അക്കാലത്തുണ്ടായി, ഇക്കാലത്തും ചിലരൊക്കെയുണ്ട്. അദ്ദേഹത്തിന് വലിയൊരു പാരമ്പര്യമുണ്ടായിരുന്നു. മലയാളത്തിലെ ആദ്യത്തെ മഹാകാവ്യം രാമചന്ദ്ര വിലാസമാണ്.
ഈ രാമചന്ദ്ര വിലാസം എഴുതിയത് അഴകത്ത് പത്മനാഭക്കുറുപ്പാണ്. പത്മനാഭക്കുറുപ്പിൻ്റെ പൗത്രനായിരുന്നു, കൊച്ചുമകനായിരുന്നു ഭരണിക്കാവ് ശിവകുമാർ. ഇങ്ങനൊരു പാരമ്പര്യത്തിൻ്റെ സ്ഥിതിയും അദ്ദേഹത്തിന് കിട്ടിയിരുന്നു. മലയാള സിനിമ നിർമ്മാണ രംഗത്ത്, സംവിധാന രംഗത്ത് പുതുമ കൊണ്ടുവരാൻ ആഗ്രഹിച്ച ആളാണ് നടനായ മധു. അദ്ദേഹം ചലച്ചിത്രങ്ങൾ നിർമ്മിക്കുകയും സംവിധാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കറിയാമല്ലോ. 70 കാലമാണ് അക്കാലം. ആ കാലഘട്ടത്തിൽ പരമ്പരാഗതമായ ഘടനയെ പൊളിച്ച് മാറ്റിക്കൊണ്ട് പുതിയൊരു ഘടന സൃഷ്ടിക്കാൻ സാഹിത്യത്തിലും സിനിമയിലും ശ്രമം നടന്നിരുന്നു. അതിൻ്റെ ഭാഗമായി തന്നെ ആധുനികത ചലച്ചിത്ര ഗാനരംഗത്തും പ്രതിഫലിപ്പിക്കുവാൻ ശ്രമിച്ചു. ശ്യാമിൻ്റെ സംഗീതമൊക്കെ അക്കാലത്താണ്. ഭരണിക്കാവായാലും ബിച്ചു തിരുമലയായാലും ഏറ്റുമാനൂർ സോമദാസനായാലും പുതുമ കൊണ്ടുവരാൻ ചലച്ചിത്ര രംഗത്തും ഈ ആധുനികത കൊണ്ടുവരാൻ ശ്രമിച്ചവരാണ്. അങ്ങനെയുള്ള ഈ നവപ്രതിഭകളെ സിനിമാ രംഗത്തേക്ക് പരിചയപ്പെടുത്തി കൊടുത്തതിൽ മധുവിന് ചെറുതല്ലാത്ത ഒരു പങ്ക് കൂടിയുണ്ട് എന്ന് നമുക്കറിയാം. രാഗാദ്ര ഹംസങ്ങളെ എന്നുള്ള ഗാനം ഭരണിക്കാവിൻ്റേതാണ്. നവവസന്തം വിരിയുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം എഴുതിയ ഒരു ഗാനമാണ് രാഗാദ്ര ഹംസങ്ങളെ എന്ന ഗാനം. ഇക്കാലത്ത് നമുക്കറിയാം, മലയാളത്തിലെ പഴയ സിനിമകൾക്ക് പ്രേക്ഷകർ കുറവാണ്, പ്രേക്ഷകർ തീരെയില്ല എന്ന് പറയാം. എങ്കിൽ മലയാളത്തിലെ പഴയ ഗാനങ്ങൾക്ക് ഇന്നും ശ്രോതാക്കളുണ്ട്. ഇന്നും മലയാളികളുടെ നാവിൽ പഴയ ഗാനങ്ങൾ തത്തിക്കളിക്കുന്നു എന്നുള്ളതാണ് അത്ഭുതകരം, അല്ലെങ്കിൽ ശ്രദ്ധേയമായിരുന്ന ഒരു കാര്യം. മധു കാമം ക്രോധം ലോഹമോഹം കാമം ക്രോധം മോഹം എന്ന സിനിമ 1975 എടുക്കുന്നത്. കാമം ക്രോധം മോഹം എടുക്കുന്ന സമയത്ത് അതിലൊരു മനോഹരമായ ഗാനമുണ്ട്. സ്വപ്നം കാണും പെണ്ണേ എന്ന് തുടങ്ങുന്ന ഗാനം ഭരണിക്കാവ് ശിവകുമാറിൻ്റേതാണ്. ആ ഗാനം ഭരണിക്കാവ് ശിവകുമാർ 75 ചെണ്ട എന്ന ചിത്രത്തിലെ ഗാനത്തിലൂടെയാണ് കടന്നു വന്നത്. 76 ചോറ്റാനിക്കര അമ്മയിൽ മനസ്സു മനസ്സിൻ്റെ കാതിൽ രഹസ്യങ്ങൾ മന്ത്രിക്കും മധുവിധു രാവ് എന്ന് പറയുന്ന ആ ഗാനം ഭരണിക്കാവ് ശിവകുമാറിൻ്റേതാണ്. 77 ആശീർവാദം എന്ന സിനിമയിൽ സീമന്തരേഖയിൽ ചന്ദനം ചാർത്തും എന്ന ഗാനം. ഇത്രയും മനോഹരങ്ങളായ ഗാനങ്ങളാണ്. ആയിരവല്ലിതൻ തിരുനടയിൽ മകരസംക്രമ സൂര്യോദയം സുമംഗലാതീത രാത്രി തൂമഞ്ച് തൂകുന്ന സൂര്യോദയം പോലെ സുന്ദര പുഷ്പ വനജഘോരം സംവത്സര കിളി ചോദിച്ചു. ഇങ്ങനെ എത്രയെത്ര മനോഹരങ്ങളായ ഗാനങ്ങളാണ് ആ തൂലികയിൽ നിന്ന് പിറന്നു വീണത്. ഭരണിക്കാവ് ശിവകുമാർ മലയാളത്തിൽ മാത്രമല്ല തമിഴിലും ഹിന്ദിയിലും ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. ഈ യാഥാർത്ഥ്യം കൂടി മനസ്സിലാക്കിക്കൊണ്ട് ഭരണിക്കാവ് ശിവകുമാറിൻ്റെ ഗാനങ്ങളെയും നമ്മൾ പരിശോധിക്കണം. എങ്ങനെയാണ് എഴുതിയേർത്തിരിക്കുന്നത്, എങ്ങനെയാണത് നിർമ്മിച്ചിരിക്കുന്നത്, ആ നിർമ്മിതി പുതിയ ഗാനരചയിതാക്കൾ അല്ലെങ്കിൽ ഗാനരചനാ രംഗത്തേക്ക് വരുന്നവർ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതാണ്. മലയാള കവിതയിൽ പലപ്പോഴും അലങ്കാരങ്ങൾ ഉപയോഗിക്കാറുണ്ട് എന്ന് കഴിഞ്ഞ ഭാഗങ്ങളിലൊക്കെ പറയുകയുണ്ടായി. അതിൽ ഒരു അലങ്കാരം പറയുകയും ചെയ്തു, ഉപമ എന്ന അലങ്കാരം. അതിനെക്കുറിച്ച് സൂചന നൽകി ഏതാനും വരികൾ മാത്രം സംസാരിച്ചു. അതേപോലെ രൂപകം എന്ന അലങ്കാരവും പലപ്പോഴും സിനിമ ഗാന ശാഖയിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട്, ഗാനത്തിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. രൂപകത്തിൻ്റെ ലക്ഷണം അവർണ്യത്തോട് വർണ്ണത്തിന് അഭേദഞ്ചൊൽക രൂപകം. അതായത് ഉപമാനവും ഉപമയും രണ്ട് വസ്തുക്കളല്ല, ഒന്ന് തന്നെയാണെന്ന് അഭേദം കൽപ്പിക്കുന്നതാണ് രൂപകം. സംസാരമാ സാഗരത്തിൽ അശാന്തം മുങ്ങലാസഹേ. സംസാരം ഈ ലോകത്തിൻ്റെ സാഗരത്തിൽ, അല്ലെങ്കിൽ ഈ വർത്തമാനകാലത്തിൻ്റെ സാഗരത്തിൽ സംസാരത്തിൽ പല അർത്ഥങ്ങളുണ്ട്. ഈ സംസാരത്തെ സാഗരമാക്കി മാറ്റിയാണ്. സംസാരം പോലെ സാഗരമല്ല, സംസാരത്തെ സാഗരമാക്കി മാറ്റിക്കൊണ്ട് അഭേദ കൽപ്പന ചെയ്യുകയാണ് ഇതിൽ കവി. ഇത് കവിതയുടെ ഒരു ഉദാഹരണമാണ് പറഞ്ഞത്. ആശാൻ തന്നെ പറയുന്നുണ്ട്, നിലയെന്നിലേ ദേവിയാക്ക തല തല്ലുന്നൊരു ചിന്തയാങ്കടൽ. നിലയെന്നിലെ ദേവിയാക്ക തല തല്ലുന്നൊരു ചിന്തയാങ്കടൽ. ചിന്തയെ കടലായിട്ടാണ് ഇവിടെ ആശാൻ രൂപകം എന്ന അലങ്കാരം ഉപയോഗിച്ചിരിക്കുന്നത്. മലയാള സിനിമാ ഗാനങ്ങളിലും രൂപകം എന്ന അലങ്കാരം ധാരാളമായി ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയെന്ന് നമുക്ക് പരിശോധിക്കാം. അങ്ങനെ പാട്ടിൻ്റെ നിർമ്മിതി
നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. തുടർന്നുള്ള ഭാഗങ്ങളിൽ നമുക്ക് അതിലേക്ക് പോവാം. അതോടൊപ്പം പുതിയ ഗാനരചയിതാക്കളും അവരെ ഉപയോഗിച്ചിരിക്കുന്ന രീതികളും വ്യക്തമായി ശ്രദ്ധിക്കാൻ കൂടി ശ്രമിക്കാം. നമസ്കാരം.